ഓരോ ദിവസം കഴിയുന്തോറും ഇത്തരത്തിലുള്ള കാഴ്ചകൾ അങ്ങനെ കൂടിക്കൂടി വരും. പിറ്റേ ദിവസം ബാത്ത് ടബിൽ അങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ആൺകുട്ടി പെട്ടെന്ന് ജൂലിയുടെ മുൻപിലേക്ക് വരും. എന്നിട്ട് പറയും, എത്രയും പെട്ടെന്ന് ഈ വീട് വിട്ടു പോയിക്കോ, നിങ്ങളുടെ ജനിക്കാൻ പോകുന്ന മകൾക്ക് വേണ്ടി അവൾ കാത്തിരിക്കുകയാണെന്ന്. ഇത് പറഞ്ഞ പാടെ ആ ആൺകുട്ടി അപ്രത്യക്ഷനാവും. ഇത് കേട്ട് ജൂലി പേടിക്കും. അങ്ങനെ ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയ ഭർത്താവിനോട് ജൂലി ഇതെല്ലാം പറയും. ജൂലിയുടെ വിചാരം ആ ആയയാണ് ഈ പ്രശ്നങ്ങളിലൊക്കെ കാരണം എന്നാണ്. ജനിക്കാനിരിക്കുന്ന നമ്മുടെ മോൾക്ക് ദോഷമാണ്, എന്നോട് നമ്മുടെ മരിച്ചുപോയ മകൻ അങ്ങനെ വന്നു പറഞ്ഞു എന്നൊക്കെ പറയും. അപ്പോൾ ഡാനിയലിന് ദേഷ്യം വരും. ഡാനിയൽ പറയും, എല്ലാം നിന്റെ തോന്നലാണ്, ഇതുപോലൊരു സ്ത്രീയെ പണിക്ക് കിട്ടിയത് തന്നെ ഭാഗ്യം എന്നൊക്കെ പറഞ്ഞ് അവളെ ദേഷ്യപ്പെടും. ജൂലി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഡാനിയൽ അങ്ങനെ ആയയോട് പറയും. അങ്ങനെ ആയ വളരെ സമാധാനത്തോടു കൂടി ജൂലിയോട് സംസാരിക്കാൻ തീരുമാനിക്കും. എന്നിട്ട് ആയ കഥകൾ പറയും. അതായത് ഈ ഗ്രാമത്തിൽ ഒരു ഫാമിലി ഉണ്ടായിരുന്നു. 3 കുട്ടികളും ഒരമ്മയും അച്ഛനും അടങ്ങുന്ന നല്ലൊരു കുടുംബം. 4ാമത്തെ കുട്ടിക്കായി ആ അമ്മ ഗർഭം ആയിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു ആക്സിഡന്റിൽ ആ ഗർഭം അലസിപ്പോകുന്നു. അതേ തുടർന്ന് ആ അമ്മ മാനസിക പ്രയാസം കൊണ്ട് ആത്മഹത്യ ചെയ്തുവെന്നും പലരും അതിനുശേഷം രാത്രിയിൽ അവരുടെ ഉറക്കെയുള്ള കരച്ചിലുകളൊക്കെ കേൾക്കാറുണ്ടെന്നൊക്കെ ആയ പറയും. ഒരുപക്ഷെ ആ തോന്നലുകളാവാം ഇപ്പോ ഈ ജൂലിക്കും തോന്നുന്നതൊക്കെ പറഞ്ഞ് ആയ ജൂലിയെ പറഞ്ഞ് സമാധാനിപ്പിക്കും. അപ്പൊ ജൂലി ചോദിക്കും, ആ മരിച്ചുപോയ സ്ത്രീയുടെ പേരെന്താണെന്ന്. അപ്പൊ ആയ പറയും, മെലേൻഡ്ര കിൻസി എന്നാണ് അവരുടെ പേരെന്ന് പറയും. പെട്ടെന്നാണ് ഈ സിനിമയുടെ തുടക്കത്തിൽ ഒരു പണിക്കാരൻ ഒരു കൈച്ചെയിൻ ജൂലിക്ക് കൊടുക്കുമല്ലോ, ആ കൈച്ചെയിനിലെ പേര് ജൂലി ശ്രദ്ധിക്കുന്നത്. അതിൽ MK എന്ന് എഴുതിയിട്ടുണ്ടാവും. അതായത് ഈ മെലേൻഡ്ര കിൻസിയുടെ ചുരുക്കപ്പേര്. അപ്പോഴാണ് ജൂലിക്ക് മനസ്സിലാകുക, അതായത് താൻ എത്തിയിട്ടുള്ളത് ഈ ആത്മഹത്യ ചെയ്ത സ്ത്രീയുടെ വീട്ടിലാണ്. പെട്ടെന്ന് തന്നെ ജൂലി ആ വാർത്തകൾ തിരയും. ആ ആത്മഹത്യയുമായി സംബന്ധിച്ചുകൊണ്ടുള്ള വാർത്തകൾ പത്രം മുഴുവൻ തരികയും ഒരു പത്രത്തിൽ നിന്ന് ജൂലിക്ക് ആ പഴയ വാർത്ത കിട്ടുകയും പത്രം ഓഫീസിലേക്ക് വിളിച്ച് ആ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ അയച്ചു തരാൻ വേണ്ടി ജൂലി ആവശ്യപ്പെടുകയും ചെയ്യും. അങ്ങനെ സമയം രാത്രിയാവും. വീണ്ടും ഈ കുട്ടികളുടെ ചിരി കേട്ട് ജൂലി ഉണരും. ഒരു ഡോറ് തുറക്കുന്ന ശബ്ദവും അതോടൊപ്പം തന്നെ ഡോറിൽ ശക്തിയായി ഇടിക്കുന്ന ശബ്ദവും കേട്ടുകൊണ്ട് ജൂലി തന്റെ ടാബ് എടുത്തുകൊണ്ട് പരിശോധിക്കുമ്പോഴാണ് ഒരു റൂമിൽ നിന്ന് ആ ആൺകുട്ടിയെ കാണുന്നത്. അപ്പൊ ജൂലി ഇങ്ങനെ തന്റെ മകനാണെന്ന് കരുതുകൊണ്ട് ആൻഡ്രൂ ആൻഡ്രൂ എന്നിങ്ങനെ വിളിക്കും. പെട്ടെന്നാണ് ആ ആൺകുട്ടി ഓടി ചെന്ന് മറ്റു 2 ആൺകുട്ടികളുടെ അടുത്തേക്ക് ഓടിയിരിക്കും. ആ സമയത്ത് സിഗ്നൽ ലോസ്റ്റ് ആവും. അപ്പൊ തന്നെ 2 ഭീകര രൂപത്തിലുള്ള കൈകള് ജൂലിയുടെ ഈ ഗർഭിണിയായിട്ടുള്ള ഈ വയറിലേക്ക് അങ്ങനെ പിടിച്ചമർത്തും. ജൂലിയേട്ട പേടിച്ച് ഓളിയിടും. ഈ ബഹളം കേട്ടുകൊണ്ട് ഡാനിയലും ആയയും ഓടി വരും. എന്നിട്ട് ജൂലി ആയ സംഭവങ്ങളൊക്കെ ഇവരോടിങ്ങനെ വിശദീകരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് പത്രം ഹൗസിൽ നിന്നും മെയിൽ വരും. അതായത് മെലേൻഡ്ര കിൻസി എന്ന സ്ത്രീ 1970 തന്റെ ഗർഭചിത്രം സംഭവിച്ചതിനെ തുടർന്നുണ്ടായ മാനസിക വിഭ്രാന്തിയിൽ തന്റെ 3 ആൺമക്കളെയും വെള്ളത്തിൽ മുക്കിക്കൊല്ലുകയും തുടർന്ന് ആ വീടിന്റെ ബാത്ത് ടബിൽ ഉറക്ക ഗുളിക കഴിച്ച് ആത്മഹത്യ ചെയ്യുകയും ചെയ്തുവെന്ന് ആ പത്രക്കുറിപ്പിലുണ്ടാകും. അപകടം മനസ്സിലാക്കിയ ജൂലി എല്ലാവരോടും പറയും, വേഗം ഇവിടെ നിന്ന് പോകണം, ഇനി ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും മെലേൻഡ്ര കിൻസിയുടെ ആത്മാവ് ഇവിടെയുണ്ട്, അവൾക്ക് എൻ്റെ കുഞ്ഞിനെയാണ് വേണ്ടത്, അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും വേഗം ഇവിടെ നിന്ന് രക്ഷപ്പെടാം എന്നൊക്കെ പറയുമ്പോഴേക്കും പെട്ടെന്ന് വീടിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഓരോ ശബ്ദങ്ങൾ അങ്ങനെ കേൾക്കും. എല്ലാ വെളിച്ചവും പെട്ടെന്ന് കെടും. എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ അലമാരയ്ക്കകത്ത് നിന്ന് വീണ്ടും ഒരു ആൺകുട്ടിയുടെ സംസാരം കേൾക്കും. ഡാനിയലാവട്ടെ അലമാരയുടെ അടുത്തേക്ക് പതിയെ പതിയെ ചെന്ന് ഈ അലമാര തുറന്നു നോക്കുമ്പോൾ അതാ ഒരു ആൺകുട്ടി അതിൻ്റെ അകത്തിരിക്കുന്നുണ്ടാവും. ആ ആൺകുട്ടി പറയും, വേഗം നിങ്ങൾ എല്ലാവരും ഇവിടുന്ന് പോയിക്കോ, എൻ്റെ അമ്മ വരുന്നുണ്ടെന്ന്. അപ്പോഴേക്കും മെലേൻഡ്ര കിൻസിയുടെ സംസാരം ഉറക്കെ ഉറക്കെ കേൾക്കും. പെട്ടെന്ന് ആയ ഉറക്കെ ഓടിട്ട് പറയും, ഇവരെ വെറുതെ വിടൂ എന്ന് പറയും. ആ പറയുമ്പോഴേക്കും ഈ പിശാച് ഈ ആയയെ വീടിന്റെ മുകളിൽ നിന്ന് താഴേക്ക് എടുത്തെറിയും. ആയ ആവട്ടെ തൽക്ഷണം മരിക്കും. അപകടം മനസ്സിലാക്കിയ ഡാനിയലാവട്ടെ ഭാര്യയെയും കൂട്ടിക്കൊണ്ട് വേഗം പുറത്തേക്ക് രക്ഷപ്പെടാനുള്ള വഴികൾ നോക്കും. പക്ഷെ അപ്പോഴേക്കും എന്തോ വന്ന് അവന്റെ തലയിൽ വീഴുകയും അവന്റെ ബോധം കെടുകയും ചെയ്യും. ജൂലി വേഗം കയ്യിൽ കിട്ടിയ വയർലെസ് സെറ്റ് എടുത്തുകൊണ്ട് ഈ വിവരം പോലീസിൽ അറിയിക്കും.
അപ്പോഴേക്കും പിശാജ് ഈ ജൂലിയെ എടുത്തുകൊണ്ട് ആ ബാത്ത് ടബിലേക്ക് എറിയും. അതായത് ആ പിശാജ് ആത്മഹത്യ ചെയ്ത അതേ ബാത്ത് ടബിലേക്ക് ജൂലിയെ എടുത്തെറിയും. അങ്ങനെ ജൂലി ആ ബാത്ത് ടബിൽ കിടന്ന് പ്രസവവേദന കൊണ്ട് പുളയുമ്പോൾ പിശാജ് പതിയെ പതിയെ അവളുടെ അടുത്തേക്ക് നടന്നു വരും. ജൂലി പ്രസവിച്ചതും പിശാജ് അവളുടെ അടുത്തേക്ക് എത്തും. അപ്പോൾ ജൂലി ഉറക്കെ പിശാജിനോട് പറയും, ഇതെന്റെ മകളാണ്, ഇവളെ ഞാൻ തരില്ലെന്ന്. പെട്ടെന്ന് ആ ബാത്ത് ടബിന്റെ കാല് കുട്ടി താഴത്തെ നിലയിലേക്ക് പതിക്കും. ഈ ശബ്ദം കേട്ട് താഴെ ഉണ്ടായിരുന്ന ഡാനിയല് ബോധം വരികയും ഡാനിയൽ ഓടി ജൂലിയുടെ അടുത്തേക്ക് ചെല്ലുകയും ചെയ്യും. എന്നിട്ട് ജൂലി പറയും, വേഗം കുട്ടിയെ എടുത്തുകൊണ്ട് വീടിന്റെ പുറത്തേക്ക് പോകും, അല്ലെങ്കിൽ അപകടമാണെന്ന് പറയും. അപ്പൊ ഡാനിയൽ പറയും, നിന്നെ കൊണ്ടുപോകാം. അപ്പൊ ജൂലി പറയും, എന്റെ കാര്യം തൽക്കാലം വിടൂ, എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, വേഗം നമ്മുടെ കൊച്ചിനെ എടുത്തുകൊണ്ട് പുറത്തേക്ക് ഓട്. ഇത് കേട്ടതും ഡാനിയൽ കുട്ടിയെ എടുത്തുകൊണ്ട് വേഗം പുറത്തേക്ക് ഓടാൻ ശ്രമിക്കുമെങ്കിലും വാതിലുകളൊന്നും തുറക്കാൻ പറ്റാതെ അങ്ങനെ നിൽക്കും. അപ്പോഴേക്കും ഈ പിശാച് കുട്ടിയുടെ അടുത്തേക്ക് ചെല്ലും. ഇത് കണ്ട ജൂലി ഓടി ചെന്ന് പിശാചിനോട് പറയും, അതെന്റെ മകളാണ്, അവളെ തൊടരുതെന്ന്. സ്വന്തം കുട്ടികളെ കൊന്നവൾക്ക് ഇനി മറ്റൊരു കുട്ടിയെയും തൊടാനുള്ള അവകാശമില്ലെന്ന് ഉറക്കെ പറയും. ഇത് കേട്ട് പിശാച് ജൂലിയെ ആക്രമിക്കാൻ ചെന്നതും ജൂലി പിശാചിന്റെ കഴുത്ത് പിടിച്ച് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ എന്ന് അലറും. പെട്ടെന്ന് പ്രകൃതി മുഴുവൻ ജൂലിക്ക് അനുകൂലമായി നിൽക്കുകയും ഈ വാതിലുകൾ തനിയെ തുറന്ന് പിശാചിനെ പുറത്തേക്ക് എടുത്തെറിയും. അതായത് ഭൂമിയിൽ ഒരു അമ്മയുടെ ശക്തിയെ വെല്ലാൻ മറ്റൊരു ശക്തിക്കും സാധിക്കുന്നില്ലാണ് ഈ സംഭവത്തിന്റെ ഉള്ളടക്കം. അമ്മയാണ് ഏറ്റവും വലിയ പോരാളി എന്ന് സാരാംശം. പെട്ടെന്ന് തന്നെ പോലീസും മറ്റു സൗകര്യങ്ങളും ഒക്കെ ആ വീട്ടിലെത്തുകയും ഈ അമ്മയെയും കുഞ്ഞിനെയും കൊണ്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. അങ്ങനെ ബാക്കിയുള്ള കാലം അവർ ആ വീട്ടിൽ സുഖമായി താമസിക്കുകയും ചെയ്യും.